അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിലാണ് സഭയുടെ അടിസ്ഥാന ഉപദേശം പരിശുദ്ധാത്മ നിറവ്. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചാൽ നിനക്ക് സ്നാനപ്പെടാം. ഇതാണ് സ്നാനപ്പെടുക. അപ്പോൾ സ്നാനം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്, ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കാര്യവുമാണ്. സ്നാന ലോകത്തിൽ പല കാര്യങ്ങളും പല രീതികളിലൊക്കെ ക്രൈസ്തവ സഭകൾ ചെയ്യുന്നുവെങ്കിലും പെന്തക്കോസ്തുകാർ ചെയ്യുന്ന മാനസാന്തര സ്നാനമാണ്. അതിന് മാനസാന്തരപ്പെടുവാനുള്ള തിരിച്ചറിവുണ്ടാവണം. സ്തോത്രം. ഇനി തീർന്നു കഴിഞ്ഞാൽ, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഒരാളുടെ ക്രിസ്തീയ ജീവിതം അവസാനിപ്പിക്കുന്നില്ല എന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അടുത്താണ് പരിശുദ്ധാത്മാവാകുന്ന 2-ാം അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചാൽ പിന്നെ ഒരു സഭയുടെ അടിസ്ഥാന പ്രമാണങ്ങളായ മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, പരിശുദ്ധാത്മം പ്രാപിക്കുക, അപ്പം നിൽക്കുക, കൂട്ടായ്മ ആചരിക്കുക, പ്രാർത്ഥന കഴിക്കുക, അതിനുപരി അപ്പോസ്തല ഉപദേശം കേൾക്കുക. ഈ അപ്പോസ്തല ഉപദേശം കേൾക്കുവാനാണ് സ്നാനപ്പെട്ടവരൊക്കെ ഞായറാഴ്ച കൂടെ ഇടയ്ക്ക് ഓടി നമ്മൾ സഭകളിൽ വരുന്നത്. അപ്പോസ്തല ഉപദേശം കേട്ട് വിശുദ്ധിയായി ജീവിക്കുന്നതിന് വേണ്ടിയാണ്. കർത്താവ് മാതൃക കാണിച്ച് യോർദാൻ ആറ്റിൽ വന്ന് എല്ലാവരും കാണുക സ്നാനമേറ്റതുപോലെ ഇന്ന് പകൽക്കാലം വാത്സല്യ പൈതൽ നമ്മളെയൊക്കെ സാക്ഷിയാക്കി, ദൈവത്തെ സാക്ഷിയാക്കി, ഈ പ്രകൃതിയെ സാക്ഷിയാക്കി, ഇന്ന് പകൽക്കാലം തന്റെ പാപത്തിൽ നിന്ന് തന്നെ വീണ്ടെടുത്ത യേശുക്രിസ്തുവിന് പറഞ്ഞ കൽപ്പനയനുസരിച്ച്, പത്രോസ് പെന്തക്കോസ്ത് നാളിൽ പറഞ്ഞ കൽപ്പനയനുസരിച്ച് ഇന്ന് പകൽക്കാലം ജലത്തിൽ സാക്ഷിക്കാൻ പോവുകയാണ്.